ഇന്ന് നമുക്കൊരു മീൻ കറി വെക്കട്ടെ. ഈ ചപ്പാത്തിയും ഒക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ കാണിക്കാതിരുന്നത്. എന്നും ചപ്പാത്തിയും പുട്ട് ഇടിയപ്പം ദിവസമാകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കൂലേ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് കാണിക്കേണ്ടെന്ന് വിചാരിച്ച് കാണിച്ചില്ല കേട്ടോ. പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊരു മീൻ കറി വെക്കാം. ഇന്ന് മീൻ കറി ഞാൻ സ്വല്പം, അതായത് ഒരു നുള്ള് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര സാധനങ്ങൾ അരച്ചിട്ട് നല്ല വെണ്ണ പോലെ അരച്ച ശേഷം എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക്, ഇഞ്ചി, ഒരു 2 ഇതള് പിന്നെ ഇലയാണ്, കറിവേപ്പില, ചുമന്നുള്ളി, ഇത്ര സാധനങ്ങൾ ചതച്ചിട്ട് അതിനകത്തേക്ക് തന്നെ ചതച്ചിട്ട് ഇതിനകത്തേക്ക് ഞാൻ ഒഴിക്കാൻ പോകണം ഇപ്പോഴേ കേട്ടോ. വെളിച്ചെണ്ണ എന്നിട്ട് ഒഴിക്കണം. മീൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ മതി നമുക്ക്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്ക് അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്. എണ്ണയും ചൂടായിക്കോട്ടെ. കുളിക്കാൻ പോയിരുന്നാണ്, രാവിലെ കുളിക്കുന്നതാണ് എന്നും. വൈകിപ്പോയി, എന്നാൽ പണിയോട്ടൊന്നും നടന്നതുമില്ല താനും. അത് നമ്മളിപ്പോൾ അരപ്പ് വാട്ടിയെന്ന് പറഞ്ഞിട്ടാണ് വെക്കുന്നത്. സാധാരണ മീൻകറി, മുളകും തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറി. മാങ്ങ ഇട്ടാട്ട വെക്കുന്നത്. ഇത് വെള്ളമൊക്കെ പോരാ, ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക്. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിവിടെ ഇരുന്നൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങ ഇട്ട് കൊടുക്കട്ടെ. മാങ്ങയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. ഇതാ മാങ്ങയും കറിവേപ്പിലയും അതും കൂടി ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത് ഇവിടെ നമുക്ക് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്കും വന്നിട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് ശരിയാവട്ടെ കേട്ടോ. അപ്പോൾ അത് ഞാൻ മീൻ കണ്ട നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് കഷ്ണം പറക്കിയിടാൻ പോകാം കേട്ടോ. നമുക്കൊന്ന് മുക്കിയിട്ട് കൊടുക്കാം ഇങ്ങനെ. ഒന്ന് പറ്റട്ടെ കേട്ടോ. ഇനി നമുക്കൊരു പാവയ്ക്ക മെഴുക്കുവരട്ടിയും കൂടി ഉണ്ടാക്കണേ. 2 കഷ്ണം മീനും പൊരിക്കണം. അതോടുകൂടി പണി കഴിഞ്ഞു. മീൻ കറി ഓഫ് ചെയ്തേ. പിന്നെ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇതൊന്നും കൂടെ വറ്റും, എണ്ണയൊക്കെ തെളിയും. അപ്പോഴേക്കും ഞാൻ പോട്ടേട്ടെ, എനിക്ക് ഒരാളുടെ ലൈവിൽ കയറാനുണ്ടായി.
അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പ്ലീസ്. ബാക്കിയുള്ള പണി നമ്മളിപ്പോഴാണ് തുടങ്ങുന്നത്. കണ്ടോ, പാവയ്ക്ക മെഴുക്കുവരട്ടിക്ക് അടുപ്പത്തിട്ടുണ്ട്. കണ്ടോ, അത് ഏകദേശം മുരിവായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതാ ഇപ്പോഴത്തെ മീൻ പൊരിക്കാനിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ പണി കഴിഞ്ഞപ്പോൾ പാവയ്ക്ക മെഴുക്കുവരട്ടി, മീൻ വറുത്തത്, പിന്നെ എൻ്റെ മീൻ കറി കണ്ടില്ലായിരുന്നു രാവിലെ വെച്ചത്. കണ്ടോ മീൻ കറി. ഇത്രയാണ് ഉച്ചയ്ക്കത്തെ പരിപാടികൾ. ചോറ് ഇതാ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ചോറ് മതി. പിന്നെ ഒന്നുമില്ല, പപ്പടമൊന്നും വറുത്തിട്ടില്ല. പിന്നെ അച്ചാറുകളിരിപ്പുണ്ട്. വെളുത്തുള്ളി അച്ചാർ, നാരങ്ങ അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞു. ഉണ്ണൽ 2 മണിയാകുമ്പോഴേ ഊണടിക്കുള്ളൂ. അത്ര നേരം ഓരോരുത്തരുടെ ലൈവിൽ പോയി ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എങ്ങനെയെങ്കിലും ചാനലൊന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് മക്കളെ ഈ പറയണത് കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കരുതേ. അപ്പോൾ ബൈ, നമുക്ക് നാളെ കാണാവേ.